വെസ്റ്റ് ബാങ്കിൽ തുടരുന്ന ഓപ്പറേഷന്റെ 3-ാം ദിനം ഹമാസ് ഭീകര സംഘടനയുടെ മുതിർന്ന നേതാവ് വിസാം ഹാസിം അടക്കം 3 തീവ്രവാദികളെ വധിച്ചതായി ഇസ്രായേൽ സേന അറിയിച്ചു. വിസാം ഹാസിമിനെ ഇല്ലാതാക്കിയെന്നും രക്ഷപ്പെട്ടോടിയ മറ്റു 2 പേരെ വ്യോമാക്രമണത്തിൽ വകവരുത്തിയെന്നും സേന വ്യക്തമാക്കി. ജനലിൽ നഗരത്തിലാണ് 3 കൊല്ലപ്പെട്ടതെന്ന് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. തുൽക്രാമിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങിയതായി പലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നഗരത്തിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്കും മറ്റു കെട്ടിടങ്ങൾക്കും വലിയ നാശമുണ്ടായി. തുൽക്രാമിലെ സൈനിക നടപടിയിൽ ഇസ്ലാമിക് ജിഹാദ് ഭീകര സംഘടനയുടെ പ്രാദേശിക കമാൻഡർ അടക്കം 5 പേരെ വധിച്ചതായി ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. വെസ്റ്റ് ബാങ്കിലെ മറ്റൊരു പ്രദേശമായ ടൂബാസിലെ അൽഫറ അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും ഇസ്രായേൽ സേന പിൻവാങ്ങി. ഇവിടുത്തെ ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിച്ചതായി സേന അറിയിച്ചു. ഇസ്രായേൽ സേന 2 പതിറ്റാണ്ടിനിടെ വെസ്റ്റ് ബാങ്കിൽ നടത്തിയ ഏറ്റവും വിപുലമായ റെയ്ഡിൽ 19 പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ പലരും തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളവരാണ്. ഐക്യരാഷ്ട്രസഭയും ബ്രിട്ടനും വെസ്റ്റ് ബാങ്ക് റെയ്ഡിൽ ആശങ്ക രേഖപ്പെടുത്തി. റെയ്ഡിനായി ഇസ്രായേൽ സേന അവലംബിക്കുന്ന രീതികളും ജനങ്ങൾ കൊല്ലപ്പെടുന്നതും ഉത്കണ്ഠാജനകമാണെന്നും ബ്രിട്ടൻ പ്രതികരിച്ചു. സ്ഫോടനാത്മക സ്ഥിതിവിശേഷം കൂടുതൽ വഷളാക്കുന്ന നീക്കങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. അതിനിടെ പോളിയോ വാക്സിൻ ദൗത്യം നടപ്പാക്കാനായി ഗാസയിൽ പരിമിതമായ തോതിൽ യുദ്ധം നിർത്തിവയ്ക്കാൻ ഇസ്രായേലുമായി ധാരണയുണ്ടാക്കിയതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. 25 വർഷത്തിനിടെ ആദ്യമായി ഗസയിൽ പോളിയോ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണിത്. US, ഈജിപ്ത്, ഖത്തർ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന വെടിനിർത്തൽ ശ്രമങ്ങളുടെ ഭാഗമല്ല ഈ യുദ്ധം നിർത്തിവയ്ക്കൽ. വാക്സിൻ വിതരണത്തിന്റെ ഏകോപനത്തിന് ഇസ്രായേൽ അധികൃതരുമായി സഹകരിക്കുമെന്ന് പലസ്തീനിലെ ലോകാരോഗ്യ സംഘടനാ പ്രതിനിധി റിക് പീപ്പർകോൺ പറഞ്ഞു.